ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹെൽത്തി ആൻഡ് സേഫ് ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഞാനും ഇച്ചാനും എൻ്റെ കസിൻസ് സാന്ദ്രമോളും സായനയും പിന്നെ ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണുങ്ങൾ കൂടിയിട്ട് ഒരു യാത്ര പോകാമെന്ന് വിചാരിച്ചു. മൂന്നാർ കോട്ടയൊക്കെ ആയിരുന്നു ഡെസ്റ്റിനേഷൻ. പക്ഷേ ഒരു ചാലക്കുടിയൊക്കെ എത്തിയപ്പോഴത്തേനും ഇച്ചാനെ തീരെ വയ്യാതായി, പനിയും മേലുവേദനയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഒരു ക്ലിനിക്കിൽ നിർത്തി കൺസൾട്ട് ചെയ്തു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇന്നത്തേക്ക് യാത്ര ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ റൂം എടുത്ത് സ്റ്റേ ചെയ്തു. ഇച്ചാൻ വന്നതേ കിടന്നു. അപ്പം ഞങ്ങൾ കുറച്ച് ടൈം പാസിന് വേണ്ടി കുറച്ച് റീൽസൊക്കെ എടുത്ത് എൻ്റർടൈൻ ചെയ്തു. നെക്സ്റ്റ് ഡേ ഒരു 9-10 ആയപ്പോഴത്തേനും ഞങ്ങൾ വീണ്ടും റെഡിയായി. അപ്പോഴത്തേക്കും ഇച്ചാൻ ഓക്കെ ആയിരുന്നു, ടാബ്ലറ്റ്സൊക്കെ എടുത്തുകൊണ്ട് തന്നെ. അപ്പം ഞങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ മൂന്നാർ കോട്ടയം പോകുന്നത് ക്യാൻസൽ ചെയ്തു. അത്രയും ലെങ്തി ആയിട്ടുള്ള ട്രാവലിംഗ് വേണ്ടാന്ന് വിചാരിച്ച് തന്നെ ഞങ്ങൾ അടുത്തുള്ള അതിരപ്പള്ളി പോവാം, അതിരപ്പള്ളി വാഴച്ചാൽ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ നല്ല മഴയൊക്കെ ആയിരുന്നു. ആക്ച്വലി ഇച്ചാൻ അതിരപ്പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം ലാസ്റ്റ് ടൈം ഞങ്ങൾ അതിരപ്പള്ളി വന്നപ്പം ഇച്ചിരി സമയം പോയതുകൊണ്ട് തന്നെ കാണാനൊന്നും പറ്റിയില്ലായിരുന്നു, ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ തവണ ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഒരു 12:30 ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങളിവിടെ എത്തി. അപ്പോൾ ഒരുപാട് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് ആക്ച്വലി സ്പോട്ടിലേക്ക് വന്നു. അപ്പം ഒരുപാട് പേര് അവിടെ ഇങ്ങനെ റെയിൻ കോട്ട്സൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. ഒരു 50 റുപ്പീസേ ഉള്ളൂ. അപ്പം ഞങ്ങൾ 4 പേരും 4 റെയിൻ കോട്ട്സ് വാങ്ങി. അപ്പം ശരിക്കും ഞങ്ങൾ വിചാരിച്ചു എന്താ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം അവർ ഈ റെയിൻ കോട്ട്സൊക്കെ ഇങ്ങനെ വിൽക്കുന്നതെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങനെ വിചാരിച്ചാണ് വന്നത്. പക്ഷേ ശരിക്കും ഇവിടെ എത്തിയപ്പോഴാണ് അതെന്തിനാണ് റെയിൻ കോട്ട്സ് അങ്ങനെ അവർ വിൽക്കുന്നത് എന്ന് മനസ്സിലായത്. കാരണം അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പറ്റിയില്ല. കാരണം കുഞ്ഞിപ്പെണ്ണ് അവിടെ മുകളിൽ അവളെ ഒരാൾ അവിടെ പിടിക്കും. ഞങ്ങൾ എന്നിട്ട് 3 പേര് ഇവിടെ വന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യും. എന്നിട്ട് ഞാൻ വീണ്ടും കയറിപ്പോവും, അവളെ കുറച്ച് നേരം പിടിക്കും. അങ്ങനെ മറ്റേ ഒരാൾ ഇവിടെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തത്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കൊരു 2-3 hours കുറച്ചുകൂടി കിട്ടിയാലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തേനെ. പക്ഷേ അതിനുള്ളൊരു സമയവും പിന്നെ കുഞ്ഞ് കരയാനൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കയറാമെന്ന് വിചാരിച്ചു. അപ്പം അവിടെ വന്നിട്ട് ഞങ്ങൾ പുഴയുടെ സൈഡിലേക്ക് കുറച്ച് നിന്നിട്ട് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുഴയുടെ സൈഡിലേക്ക്, എന്ന് വെച്ചാൽ ഫോൾസ് തുടങ്ങുന്ന ആ ഒരു ഫോൾസിൻ്റെ എക്സാക്റ്റ് ഏരിയയിലേക്ക് ഞങ്ങൾ വന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇറങ്ങുന്ന സമയത്ത് അവിടെ വേറൊരു വിറ്റുണ്ടായി. ഞങ്ങൾ ഇറങ്ങി വരിക, ഞങ്ങളുടെ കയ്യിലൊരു ജ്യൂസ് ബോട്ടിലും വാട്ടർ ബോട്ടിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സാന്ദ്രമോളായിരുന്നു പിടിച്ചിരുന്നത്. അവളുടെ കയ്യിൽ റെയിൻ കോട്ട്സും ഈ ബോട്ടിൽസും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ നേരെ ഒരു കുരങ്ങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു വേറെ എങ്ങോട്ടെങ്കിലും നോക്കിയിട്ടായിരിക്കും വരുന്നതെന്ന്. ഈ കുരങ്ങ് നേരെ സാന്ദ്രമോളുടെ അടുത്തേക്ക് വന്നിട്ട് സാന്ദ്രമോളുടെ കയ്യിൽ നിന്ന് എല്ലാ റെയിൻ കോട്ട്സും ഓരോന്നോരോന്നായി താഴെ ഇട്ടിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ ജ്യൂസ് ബോട്ടിൽ വാങ്ങിച്ചിട്ട് പോയി. അപ്പം ശരിക്കും പറഞ്ഞാൽ സാന്ദ്രമോൾ പാവം ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ഞങ്ങളും പേടിച്ചു. പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങൾ പേടിച്ച പോലെയൊന്നും ആ കുരങ്ങ് ഞങ്ങൾ ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ല. അത് ജ്യൂസ് ബോട്ടിൽ വാങ്ങിച്ചിട്ട് നേരെ അങ്ങ് പോയി. അപ്പോഴത്തേക്കും അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നു. പുള്ളി വന്നിട്ട് കുഴപ്പമില്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. കുരങ്ങിൻ്റെ വഴിക്കും പോയി. എന്നിട്ട് ഞങ്ങളിവിടെ വന്ന് വീണ്ടും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ ഒരുപാട് ഇഷ്ടമായി. വെള്ളം കണ്ടപ്പം അത്രയും നേരം അങ്ങോട്ട് പോകുന്നതായിരുന്നു കുഞ്ഞിന്. വെള്ളമൊക്കെ കണ്ടപ്പോഴത്തേനും അവൾക്ക് ഫുഡും വേണ്ട ഉറക്കവും വേണ്ടാത്ത രീതിയിൽ അവൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട്. അതിനുശേഷം ഞങ്ങൾ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ അറിഞ്ഞത് ഭയങ്കര അവിടെ ക്രൗഡായിരുന്നു എന്നാണ്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ അത്യാവശ്യം നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി സ്പേസ് കിട്ടുന്ന ഒരു കുറച്ച് അത്ര അധികം ക്രൗഡില്ലാതെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വാഴച്ചാലിലേക്ക് പോകാമെന്ന് വിചാരിച്ച് പതിയെ നടന്ന് തുടങ്ങി. താഴെ നിന്ന് മോൾ വരെ എത്തുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ പോയ പോലെയല്ല തിരിച്ച് വരുന്നത്. ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ടാണ്, കൊടയും വടിയും കളിക്കാനുള്ള കളിപ്പാട്ടമൊക്കെ ആയിട്ട് അവിടുന്ന് ഇറങ്ങി വാഴച്ചാലിലെത്തി. ഞങ്ങൾ വിചാരിച്ചത് അവിടെയും ടിക്കറ്റ് വേണമെന്നാണ്. അപ്പോൾ അവിടെ എത്തിയപ്പം അവിടുത്തെ സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു ചേച്ചി പറഞ്ഞു ഇവിടെ ടിക്കറ്റൊന്നും ആവശ്യമില്ല, നമ്മുടെ അതിരപ്പള്ളിയിൽ നമ്മൾ 60 റുപ്പീസ് കൊടുത്ത് എടുത്ത ടിക്കറ്റ് തന്നെ ഇവിടെ കാണിച്ചാൽ മതിയെന്ന്. പക്ഷെ ഞങ്ങളിവിടെ വന്നപ്പം അതുപോലും ആരും ഞങ്ങളുടെ അടുത്ത് ആവശ്യപ്പെട്ടില്ലായിരുന്നു. ടിക്കറ്റ്സ് കാണിക്കാനോ അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടില്ല. നേരെ നമ്മൾ
എൻട്രി ആയിരുന്നു. എന്നിട്ട് ഇവിടെ വന്നപ്പം ഒരുപാട് ആൾക്കാരൊന്നുമില്ല, പക്ഷെ നല്ല വ്യൂ ആയിരുന്നു. വാഴച്ചാലാണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സന്തോഷിപ്പിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടാണ് അവർ അതിരപ്പള്ളി ആണെങ്കിലും വാഴച്ചാലാണെങ്കിലും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആവട്ടെ, ഇങ്ങനത്തെ കവേഴ്സ് ആവട്ടെ, പ്ലാസ്റ്റിക് കവേഴ്സ് ഒന്നും അവിടെ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. കാരണം എല്ലായിടത്തും ബിൻസ് അവിടെ വെച്ചിട്ടുണ്ട്, ഡസ്റ്റ്ബിൻസൊക്കെ വേസ്റ്റ് ബിൻസ് വെച്ചിട്ടുണ്ട്. കാറിൽ കയറിയത് കുഞ്ഞിപ്പെണ്ണ് അവൾക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ ആയിട്ട് അവൾ കളി തുടങ്ങി. അവൾക്ക് ഉറക്കവും ഭക്ഷണമൊന്നും വേണ്ടാത്ത രീതിയിലായിരുന്നു അവൾ. നെക്സ്റ്റ് നമ്മൾ അതിരപ്പള്ളി വാഴച്ചാലിൻ്റെ ഇടയ്ക്ക് ഒരു സ്പോട്ട് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്താണെങ്കിലും ഇറങ്ങി തിരിച്ചല്ലേ, അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് ഇറങ്ങിയിട്ട് പോവാം എന്ന് വിചാരിച്ച് ഞങ്ങൾ സൈഡിൽ വണ്ടി ഒതുക്കി ഞങ്ങളിവിടെ കുറച്ചൊരു 10 to 15 മിനിറ്റ്സ് ഞങ്ങളിവിടെയും സ്പെൻഡ് ചെയ്തു. കുഞ്ഞിപ്പനാണെങ്കിലും ഒരുപാട് ഹാപ്പി ആയിരുന്നു. കുഞ്ഞായതിനു ശേഷം ഞാൻ ഒരുപാട് മാറിയെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. കാരണം കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എവിടെ പോയാലും അവളുടെ ഒരു കംഫർട്ട് സോൺ അല്ലെന്നുണ്ടെങ്കിൽ അവളുടെ ഒരു ഹാപ്പിനെസ്, അതാണ് ഞാൻ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവളും ഹാപ്പി ആയിരുന്നു, ഞാനും ഹാപ്പി ആയിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ വീണ്ടും അതിരപ്പള്ളി വ്യൂ പോയിന്റിൽ നിർത്തി. ഞങ്ങൾ ഈ ഒരു വ്യൂ കണ്ടു, ഒരു 5 മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്തു. നെക്സ്റ്റ് ഞങ്ങൾ കുറച്ച് കൂളാകാമെന്ന് വിചാരിച്ച് കുറച്ച് ഐസ്ക്രീംസൊക്കെ വാങ്ങിച്ചു. കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും കുഞ്ഞിപ്പെണ്ണിനും അത് വേണം. അവൾ വാശി പിടിക്കാൻ തുടങ്ങി. കുറച്ച് നേരം വാശി പിടിച്ചപ്പോൾ പിന്നെ പാവമല്ലേ എന്ന് പറഞ്ഞ് ഞാനും കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കൊടുത്തപ്പോഴത്തേനും അവൾക്ക് പിന്നെയും വേണമെന്നായി. ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു സ്നോ സ്റ്റോം. അത് ഞങ്ങൾക്ക് ഡൗട്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ എത്തിയത് 5 മണിക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ഉണ്ടാവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ വന്ന് ചോദിച്ചപ്പം 8 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. അതിനുശേഷം ഉള്ളിലിടാനുള്ള സോക്സൊക്കെ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ തന്നെ വാങ്ങണം. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേനും നല്ല രസമാണ് കാണാനൊക്കെ. നല്ല പാട്ടും ഒരു സ്നോ പോലെയൊക്കെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും വാട്ടർ ആക്ടിവിറ്റീസിലേക്കായിരുന്നു പോകുന്നത്. ഞങ്ങൾ മാത്രമാണ് സ്നോ പാർക്കിലേക്ക് കയറിയത്. ഇവിടെ എത്തിയപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കത്തിലായി. അപ്പം അവളെ ഡിസ്റ്റർബ് ചെയ്ത് ചിലപ്പോൾ നല്ല ഒച്ചപ്പാടുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫ് അവളെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചു. ബാക്കിയുള്ളവരെല്ലാവരും ഏകദേശം റെഡിയായി. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചാനൊരു കോമഡി കൂടി പറയുന്നുണ്ട്, ഞാൻ പോയി കാട് വെട്ടിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ചിരി വന്നു. കാരണം ഞങ്ങളെ കാണാൻ ഏകദേശം ആ ഒരു കോലത്തിലായിരുന്നു. അതിൽ ഏറ്റവും കാണാൻ ബോറായിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ എന്നെ തന്നെയായിരുന്നു. ഞാനിങ്ങനെ ഒരു സ്നോ പാർക്കിലേക്ക് കയറുന്ന ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ജീൻസൊക്കെ ഇട്ട് ഡ്രസ്സ് ചെയ്യാമായിരുന്നു. പക്ഷേ എൻ്റെ ഡ്രസ്സിങ് ഏകദേശം ഇവർ തന്ന ജാക്കറ്റുമായിട്ട് അത്ര അങ്ങ് മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല. കാണാനും നല്ല ബോറായിരുന്നു. അതിലുപരി എൻ്റെ പാൻസിൻ്റെ ഉള്ളിലേക്ക് നല്ല ഇങ്ങനെ തണുപ്പ് ഭയങ്കരമായിട്ട് ഏൽക്കുന്നുണ്ടായിരുന്നു. ജീൻസ് ഇട്ടവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇച്ചായൻ ഷോർട്ട്സ് ഇട്ടതുകൊണ്ട് തന്നെ അവരുടേതായ പാൻസ് അവർ കൊടുക്കുന്നുണ്ട്. കുഞ്ഞിനും പാൻസ് അവർ തന്നെ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് വന്നപ്പോഴേയും അവർ പറയുന്നുണ്ട് ഇത് -10 ആണെന്ന് പറയുന്നുണ്ട്. എന്നാലും ഞാൻ ഇത്ര അങ്ങ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉള്ളിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ ആകമൊത്തം മരവിച്ചു പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പം തോന്നി കുഞ്ഞുപിള്ളിനെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി. കാരണം അത്രമാത്രം തണുപ്പായിരുന്നു. പക്ഷേ എന്തോ അറിയില്ല, അവൾ പ്രത്യേകിച്ച് കരയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കണ്ട് അവൾ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് തന്നെ തണുപ്പ് സഹിക്കാൻ പറ്റാതായി. അപ്പം ഞാൻ വിചാരിച്ചു കുഞ്ഞിപ്പെണ്ണിൻ്റെ അവസ്ഥ എന്തുമായിരിക്കും. നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര തണുപ്പാണ്. നമ്മുടെ മൂക്കിലേക്കും വായിലേക്കൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് കയറും. നമ്മുടെ ഫേസ് എന്തായാലും നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും അവർ അത്രയൊക്കെ തന്നിട്ടുണ്ടെങ്കിലും തണുപ്പ് നമുക്ക് എക്സ്ട്രീമായിട്ട് തന്നെ തോന്നും. കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മൂക്കൊക്കെ ചുമന്ന് വരുന്ന കണ്ടു. അപ്പം ഞാൻ സാന്ദ്രമോൾക്കാണെങ്കിലും അവൾ നേരത്തെ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഉള്ളിൽ കയറാൻ. അവൾക്ക് ഭയങ്കര തണുപ്പൊട്ടും ആവാത്തതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു എന്നാൽ പിന്നെ ആൻറ്റി ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പുറത്ത് പോയി നിന്നോളാമെന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞിനെ അവൾ 20 മിനിറ്റ്സ് ബെയർ ചെയ്ത് നിന്നു. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ അവളെ പറഞ്ഞു വിട്ടു, പുറത്തേക്ക് പറഞ്ഞു. അപ്പോൾ ഞാനും സൈനയും ഇച്ചാനും മാത്രമായി ഉള്ളിൽ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര തണുപ്പ് തോന്നിയപ്പം എന്നാൽ പിന്നെ ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കോഫി എല്ലാ സംഭവങ്ങളൊക്കെ സ്നാക്സൊക്കെ ആണെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. പേയ്മെൻറ്റ് നമുക്ക് അവിടെ തന്നെ ചെയ്യാം അല്ലെങ്കിൽ പുറത്ത് വെച്ച് ചെയ്യാം.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും നേരം സർവൈവ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കുറച്ചുകൂടി കപ്പാസിറ്റി ഉണ്ട്, കാരണം ഞങ്ങൾ മേഘാലയത്തിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ കോഫിയൊക്കെ കുടിച്ച് പുറത്ത് വന്നപ്പോഴത്തേനും ഒരു സ്നോറൈനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫസ്റ്റൊക്കെ ഒരു 5 minutes ഒക്കെ നല്ല അടിപൊളിയാണ്. പക്ഷേ അതിനുശേഷം എനിക്ക് വല്ലാത്തൊരു പൊള്ളൽ പോലെയൊക്കെ തോന്നി. അപ്പോൾ ഞാൻ ഇച്ചാൻ്റെ അടുത്ത് പറഞ്ഞു, ഇച്ചാ നമുക്ക് നൈസായിട്ട് എസ്കേപ്പ് ആവുമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴത്തേക്കും കറക്റ്റ് 45 minutes കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ബോധമൊക്കെ തോന്നിയേനെ. ഞങ്ങൾ പുറത്ത് വന്നപ്പോഴേക്കും ഇവളെയും കൊണ്ട് അവിടെയുള്ള സ്റ്റാഫൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുക, കൊഞ്ചിക്കുക, കളിക്കുക. അവർ ബിസ്ക്കറ്റും ചോക്ലേറ്റ്സും ഒക്കെ അവരിങ്ങനെ കൊടുത്ത് അവരിങ്ങനെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു എല്ലാവരും. ഇപ്പം സാന്ദ്രമോളും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവരോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ വേറെ എവിടെയും നിന്നില്ല, ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ടൈം കാണുന്നിടം വരെ ബൈ ബൈ.